ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് ആൻഡ് മിച്ചൂസ് വേൾഡ്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് കോർക്കിൽ നിന്നാണ്. കോർക്കിൽ നിന്ന് കോബിലേക്ക് ഏകദേശം ഒരു 35-36 കിലോമീറ്റർ ഉണ്ട് റിനി ചേച്ചിയുടെയൊക്കെ വീട്ടിൽ നിന്ന് കോബിലേക്കുള്ള യാത്ര. എന്നാൽ പോകുന്ന വഴിയുണ്ടല്ലോ വളരെ ഭംഗിയേറിയതായിരുന്നു. ഈ കോബ് എന്ന് പറയുന്നത് തന്നെ കളർ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് അവിടുത്തെ ബിൽഡിങ്ങുകളെല്ലാം ഓരോ കളറാണ്. അതായത് അത്രമാത്രം കളർഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണത്. ചുറ്റുപാടും ഒരുപാട് കാഴ്ചകൾ കാണാനുള്ള വഴിയിലൂടെയാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈ കോബിലേക്ക് പോകുന്ന വഴി തന്നെ കംപ്ലീറ്റ്ലി ബൈ റോഡല്ല കേട്ടോ. പോകുന്ന റൂട്ടിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഏറ്റവും എളുപ്പത്തിലും എന്നാൽ വിലക്കുറവിലും നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു റൂട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ജങ്കാർ വഴിയാണ്. ഞാൻ നാട്ടിൽ 10-23 വർഷം ഉണ്ടായിട്ട് പോലും എനിക്ക് നമ്മുടെ കൊച്ചിയിൽ നിന്നൊരു ജങ്കാർ വഴി പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനെയൊരു അവസരം കിട്ടിയിരിക്കുന്നത് കേട്ടോ. അച്ചാച്ചൻ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് ജങ്കാർ വഴി പോവാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങൾക്കറിയില്ലായിരുന്നു ഈ കോവിലേക്ക് ഇങ്ങനെയൊരു റൂട്ട് പോവാമെന്ന്. അപ്പോൾ നമ്മൾ പോകുന്നത് തന്നെ 2 സൈഡ് ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത് കേട്ടോ. ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. നാട്ടിൽ നിന്ന് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. എന്നാൽ അയർലൻഡിൽ വന്നിട്ട് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ഇതിനു മുമ്പ് ഇങ്ങനെയൊരു സംവിധാനം നമ്മുടെ അയർലൻഡിലുണ്ടെന്ന് ആരും പറഞ്ഞും കേട്ടിട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾ റിനി ചേച്ചിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ആദ്യം. കാരണം അവർ കുറച്ച് ബാക്കിലായിപ്പോയി അവരുടെ കാർ. അതുകൊണ്ട് ഒരുമിച്ച് കയറാം എന്നുള്ളൊരു രീതിയിൽ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്താണ്. അപ്പം ഞങ്ങൾ ഈ വണ്ടികളെല്ലാം പോകുന്നതും ജങ്കാർ മൂവ് ചെയ്യുന്നതും അവിടെ എത്തി വണ്ടികളെല്ലാം ആ റൂട്ട് കയറുന്നതും എല്ലാം ഞങ്ങൾ കുറച്ച് നേരം നിന്ന് നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ റിനി ചേച്ചി എല്ലാവരും എത്തിയപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് കയറുക കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ ജങ്കാറിലോട്ട് കയറുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്ലോപ്പ് വഴി കയറി ഒരാളവിടെ നിന്നിട്ട് അവർ നമുക്ക് ഡയറക്ഷൻ തരും. അതായത് 3 സൈഡായിട്ടാണ് കാറുകൾ നിർത്തുന്നത്. ഒരു ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും പിന്നെ മിഡിലായിട്ട്. അപ്പോൾ ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. പക്ഷേ റിനി ചേച്ചിയുടെ വണ്ടി വന്നപ്പം അവരെ നേരെ സെൻറ്ററിൽ ഫസ്റ്റ് കാറായി നിർത്തി. അതുകൊണ്ട് അവർക്ക് എല്ലാ കാഴ്ചകളും നല്ല രീതിയിൽ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങളങ്ങ് സൈഡായിപ്പോയി. പക്ഷെ സൈഡിലായിപ്പോയി എന്നത് വലിയൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ജങ്കാർ മൂവ് ചെയ്യുന്നത് അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. ജങ്കാറിൽ കയറിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കാം അതങ്ങനെ ആയിരിക്കും. പക്ഷേ എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കിതെല്ലാം ഭയങ്കര ഒരു സർപ്രൈസ്ഡ് ആയ പോലെയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലെത്തി. അങ്ങനെ ഞങ്ങൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തുള്ളൊരു പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഈ വന്ന ജങ്കാറുണ്ടല്ലോ അത് തിരിച്ചു പോകുന്നതും കണ്ടിട്ടാണ് കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് തിരിച്ച് കോബിലേക്ക് പോയത് കേട്ടോ. ഈ കോബിൽ എവിടെയാണ് ആദ്യം പോകേണ്ടതെന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഈ കോബ് എന്ന് പറയുന്നത് ടൈറ്റാനിക്കിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് കേട്ടോ. അതായത് ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്നതിന് മുമ്പുള്ള അവസാനം നിർത്തിയ സ്റ്റോപ്പാണ് കോബ്. ഇവിടെ നിന്ന് ഏകദേശം 123 പാസഞ്ചേഴ്സ് നമ്മുടെ ഈ കോബിൽ നിന്ന് കയറിയിട്ടുണ്ട് ടൈറ്റാനിക്കിൽ എന്നാണ് നമുക്ക് ഹിസ്റ്ററി എന്നൊക്കെ കിട്ടുന്നത്. അപ്പം ഈ കോബിന് അന്ന് അറിയപ്പെടുന്നത് ക്യൂൻസ് ടൗൺ എന്നായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ടൈറ്റാനിക്കിൻ്റെ ഹെറിറ്റേജ് സെൻറ്ററിന് അടുത്താണ്. ഈ ഒരു മോണുമെൻ്റ് ഉണ്ടല്ലോ, ഇത് ആൻമോർ ആൻഡ് 2 ബ്രദേഴ്സിൻ്റെ മോണുമെൻ്റാണ്. ഈ ആൻമോറാണ് നമ്മുടെ US എലിസ് ഐലൻഡിലേക്ക് ആദ്യമായി പോയ ഐറിഷ് ഇമിഗ്രൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് കോബ് ഹെറിറ്റേജ് സെൻറ്ററിലേക്കാണ്. അപ്പോൾ ഈ ഒരു മ്യൂസിയത്തിൽ അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കോബിൻ്റെ ഹിസ്റ്ററി, എമിഗ്രേഷൻ, ഷിപ്പിംഗ് ഹാർബർ, പിന്നെ ടൈറ്റാനിക് കപ്പലിനെ പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ കയറി ചെന്നിട്ട് ഇത് എൻട്രൻസിലാണ്. അതായത് അവിടെ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറും. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചത് ആ ടിക്കറ്റിൽ ഓരോർക്ക് കിട്ടിയ ടിക്കറ്റിലും ഓരോ പേരുകളാണ്. അതായത് നെയിം ഓഫ് പാസഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഓരോ പേരുകൾ അവർ ട്രാവൽ ചെയ്ത ഷിപ്പിൻ്റെ പേരും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുക കേട്ടോ. ഇനി നമുക്ക് മ്യൂസിയത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാമേ.
അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് നേരെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വിശന്നു. അപ്പോൾ അതിനടുത്ത് തന്നെ ഒരു കഫറ്റേരിയ ഉണ്ടായിരുന്നേ. ആ കഫേയിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഫറ്റേരിയ നമ്മുടെ കടലിനോട് ചേർന്നതായതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരുന്നേ. അതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പം ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് നമ്മൾ അടുത്തൊരു ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ സ്പൈക്ക് ഐലൻഡ്. ഇതൊരു ഐലൻഡാണ്, അതൊരു പ്രിസണാണ്. അപ്പം അത് മൊത്തത്തിൽ കണ്ട് തീർക്കാൻ വേണ്ടി ഒരു 3.5 മണിക്കൂറോളം സമയം വേണം. പക്ഷെ അവിടെ എത്തിച്ചേരണമെങ്കിൽ ബൈ ഷിപ്പ് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം അതിന് വേണ്ടി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓടുന്നത്. പക്ഷെ അത് ശരിക്കും ഓൺലൈനിൽ എടുക്കാമായിരുന്നു, നമ്മളത് അറിഞ്ഞില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഓൾറെഡി ലേറ്റായി. നമ്മൾ ഇപ്പോൾ ക്യൂ നിൽക്കുന്നത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഷിപ്പിൽ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അപ്പുറത്ത് ക്രോസ് ചെയ്യണം. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല, കാരണം ഹൗസ്ഫുള്ളായിപ്പോയി. അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഞങ്ങൾ തിരിച്ച് അവിടെ തന്നെ നിന്ന് കുറേ നേരം അവിടെ അങ്ങ് നിന്ന് എല്ലാവരും ആ ഷിപ്പിൽ കയറുന്നതും അവർ പോകുന്നതും എല്ലാം കണ്ടുകൊണ്ടിരുന്നു. ഇനി അടുത്ത തവണ എപ്പോഴേലും കോബിൽ വരുമ്പം കാണാം ഇങ്ങനൊരു സ്ഥലം. പക്ഷേ ആ പ്രിസൺ, ആ ഐലൻഡിൽ ഒരുപാട് നടക്കാനുണ്ട് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞങ്ങളിങ്ങനെ ആലോചിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കാൻ പറ്റുമോ, അവർ ടയേർഡാവുമോ, കാരണം ഓൾറെഡി ഈവനിങ് ആയി എന്നെല്ലാം നമ്മൾ വിചാരിച്ചു. എന്നാലും ആ ഷിപ്പിൽ കയറി അവിടെ നിന്ന് ക്രോസ് ചെയ്ത് ഒരു ഐലൻഡിൽ എത്തണം എന്നൊക്കെ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല കേട്ടോ. അപ്പോൾ കോവിൽ പോകാൻ ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ തന്നെ ഈ സ്പൈക്ക് ഐലൻഡിലേക്ക് പോകാനുള്ളത് ബുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ പ്രിസൺ, ഇതാണ് സ്പൈക്ക് ഐലൻഡ്. എനിക്കിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാനേ പറ്റുള്ളൂ, കാരണം ഞാനും കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കോബ് എന്നൊരു കളർഫുൾ സിറ്റിയാണ്. അപ്പം ഈ കളർഫുൾ സിറ്റിയുടെ നടുക്ക് കാണുന്ന ആ ഫ്ലാഗുകളുണ്ടല്ലോ, അതിൽ ഇന്ത്യയുടെ ഫ്ലാഗും ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് കോബിലെ മറ്റു കാഴ്ചകൾ കണ്ടാലോ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് കോബിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കത്തീഡ്രൽ കാണാനാണ്. അതായത് സെൻറ്റ് കോൾമാൻസ് കത്തീഡ്രൽ അല്ലെങ്കിൽ കോബ് കത്തീഡ്രൽ. 1800-കളിൽ ഉണ്ടാക്കിയ ഈ കത്തീഡ്രലിനെ പണ്ടറിയപ്പെട്ടിരുന്നത് ക്യൂൻസ്റ്റൗൺ കത്തീഡ്രൽ എന്നായിരുന്നു കേട്ടോ. അയർലൻഡിലെ ഏറ്റവും ടോളസ്റ്റ് ചർച്ചുകളിൽ രണ്ടാമത്തതാണ് ഈ സെൻറ്റ് കോൾമാൻസ് കത്തീഡ്രൽ കേട്ടോ. നമ്മൾ നിന്ന് ആ സ്പൈക്ക് ഐലൻഡില്ലേ, അവിടെ ടിക്കറ്റ് എടുക്കാൻ നിന്നില്ലേ, അവിടെ നിന്ന് റോഡ് ക്രോസ് ചെയ്ത് കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഈ ചർച്ചിൻ്റെ അടുത്തെത്താൻ. ഈ സ്റ്റെപ്പുകളെല്ലാം കയറി പള്ളിയുടെ അടുത്തെത്തുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ടയേർഡാവും. പക്ഷേ ആ പള്ളിയുടെ ഉള്ളിൽ കയറുമ്പം നമ്മളിവിടെ വന്നില്ലായിരുന്നെങ്കിൽ വലിയൊരു നഷ്ടമായി പോയേനെ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. നമ്മുടെ ആ ക്ഷീണമെല്ലാം മാറുകയും ചെയ്യും. അത്രയ്ക്ക് ഭംഗിയേറിയ ഒരു പള്ളിയായിരുന്നു കേട്ടോ അത്. 200 വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ പള്ളിയിലെ ചിത്രപ്പണികളാണ് കേട്ടോ. അത്രയും ഭംഗിയേറിയതായിരുന്നു. അത് മാത്രമല്ല ആ പള്ളി നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ സെൻറ്റ് കോൾമാൻസ് കത്തീഡ്രലിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കുറച്ച് സീരീസ് ഓഫ് ഹൗസസ് ആണ്. 23 വീടുകളാണ് കേട്ടോ ഇത് ടോട്ടൽ. ഇതിനെ പറയുന്ന പേര് ടെക്ക് ഓഫ് കാർഡ്സ് ഹൗസസ് എന്നാണ്. 1850-കളിലാണ് ഈ വീടുകൾ ഉണ്ടാക്കിയത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഓരോ വീടും ഓരോ കളർ പെയിൻ്റ് ആയിരിക്കും. അതിങ്ങനെ സീരീസായി അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ കാണുമ്പം എന്തൊരു ഭംഗിയാണല്ലേ. പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ടപ്പം അതിൻ്റെ പെയിൻ്റ് എല്ലാം ഫെയ്ഡ് ആയിരിക്കുന്ന പോലെ തോന്നി. എന്നിരുന്നാലും ഈ വീടുകളെല്ലാം ഒന്ന് കാണണം എന്നതൊരാഗ്രഹമായിരുന്നു, അത് നടന്നു. അപ്പോൾ ഇതാണ് കോബിലെ ഞങ്ങളുടെ യാത്രാവിശേഷങ്ങൾ. ശരിക്കും ഇനിയും കുറേ കാഴ്ചകൾ കോബിൽ നമുക്ക് കാണാൻ കിടക്കുന്നുണ്ട്. ടൈറ്റാനിക് മ്യൂസിയം ഉണ്ടായിരുന്നു, സ്പൈക്ക് ഐലൻഡ് ഞങ്ങൾക്ക് മിസ്സായി. അങ്ങനെ ഞങ്ങൾക്ക് ഇനിയും കാണാൻ ഒരുപാട് കാഴ്ചകൾ ബാക്കിയിരിക്കെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. പിന്നെ ഒരിക്കലാവാം എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു യാത്രാവിശേഷമായി വീണ്ടും വരുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.